നമ്മൾ പുതിയ സിലബസ് അനുസരിച്ച് അതില് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ക്രൊമാറ്റോഗ്രഫി ചെറിയൊരു ടോപ്പിക്കാണ്. ക്രൊമാറ്റോഗ്രഫിയുടെ ബേസിക് പ്രിൻസിപ്പിള്, കോളം ക്രൊമാറ്റോഗ്രഫി, തിൻ ലെയർ, പേപ്പർ, അയൺ എക്സ്ചേഞ്ച്, ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതില് ക്രൊമാറ്റോഗ്രഫിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത് ഒരു സെപ്പറേഷൻ ടെക്നിക്കാണ്. എന്താണ്? ഒരു സെപ്പറേഷൻ ടെക്നിക്കാണ്. അപ്പൊ ഈ ഒരു ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്ന ടേം ഏതാ? ഒരു ഗ്രീക്ക് വേർഡിൽ നിന്ന് കൊണ്ടുവന്നതാ. ക്രൊമാറ്റോസ് എന്ന് പറയുന്ന ഒരു ടേം, ദാറ്റ് മീൻസ് കളർ എന്നാണ്. ഗ്രാഫോസ് മീൻസ് റിട്ടൺ എന്നാണ് പറയുന്നത്. അപ്പോ ക്രൊമാറ്റോഗ്രഫി അതിന്റെ മീനിങ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ഇൻ കളേഴ്സ്. എന്താണ്? റൈറ്റിംഗ് ഇൻ കളേഴ്സ്. ഇതാണ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ മീനിങ്. ദാറ്റ് ഈസ് ഇനിഷ്യലി നമ്മൾ പ്ലാന്റ്സിന്റെ പാർട്ടുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്തത്. അപ്പൊ പ്ലാന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അതിനകത്ത് ക്ലോറോഫില്ലും മറ്റ് കളേർഡ് കോമ്പൗണ്ട്സ് അല്ലെ, വർണ്ണ വസ്തുക്കളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടുകളും കളേർഡ് ആയിട്ടുള്ളതായിരുന്നു. സോ കളേർഡ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്, അങ്ങനെയാണ് നമ്മൾ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ കൊടുത്തത്. എന്നാൽ ക്രൊമാറ്റോഗ്രഫി കളേർഡ് മാത്രമല്ല, കളർലെസ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾക്കും എന്ത് ചെയ്യും? ഈ ഒരു ടെക്നിക്ക് വഴി നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യാറുണ്ട്? സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. ഇതിനെ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് മിഖായൽ സ്പെറ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. 1960 എന്ത് ചെയ്യുന്നത്? ഈ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോ യൂസ്ഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് പ്ലാന്റ് പിഗ്മെന്റ്സ്. അപ്പൊ ആദ്യമായിട്ട് പ്ലാന്റ് പിഗ്മെന്റ്സിനെ ഒക്കെ സെപ്പറേറ്റ് ചെയ്തത് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ക്രൊമാറ്റോഗ്രഫി. ഇനി ക്രൊമാറ്റോഗ്രഫിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ ക്രൊമാറ്റോഗ്രഫിയിലകത്ത് നമുക്ക് 2 ഫേസുകളാണുള്ളത്. ഈ 2 ഫേസുകളുടെ ഇടയിലാണ് നമുക്ക് സെപ്പറേഷൻ നടക്കുന്നത്. അപ്പൊ ആ ഫേസുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ, ഒന്നാമത്തേതാണ് സ്റ്റേഷനറി ഫേസ്. ഇതാണ് ഒന്നാമത്തേത് സ്റ്റേഷനറി ഫേസ്, രണ്ടാമത്തേത് മൊബൈൽ ഫേസ്. അപ്പൊ സ്റ്റേഷനറി എന്ന് വെച്ചാൽ എന്താ? ഒരിടത്ത് മൂവ്മെന്റ് ഇല്ലാതെ നിൽക്കുന്ന ആള് അല്ലെ. അപ്പോ സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു കമ്പോണന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റേഷനറി ഫേസ് എന്ന് വിളിക്കുന്നത്. ദെൻ ആ ഒരു ഫിക്സഡ് ആയിട്ടുള്ള കമ്പോണന്റിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു മൂവിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ യൂസ് ചെയ്യും. ദറ്റ് ഈസ് മൊബൈൽ ഫേസ്. അവർ എന്താണ്? മൂവിങ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൊബൈൽ ഫേസ്. അപ്പൊ ക്രൊമാറ്റോഗ്രഫി ഇസ് ദി സെപ്പറേഷൻ ബിറ്റ്വീൻ സ്റ്റേഷനറി ഫേസ് ആൻഡ് മൊബൈൽ ഫേസ്. സ്റ്റേഷനറി ഫേസിന്റെയും മൊബൈൽ ഫേസിന്റെയും ഇടയിലുള്ള സെപ്പറേഷൻ, അതാണ് നമുക്ക് ക്രൊമാറ്റോഗ്രഫിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. ഈ ക്രൊമാറ്റോഗ്രഫി is based on the principle where molecules in mixture applied into the surface or into the solid. അപ്പൊ നമുക്ക് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ മിക്സറിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ സ്റ്റേഷനറി ഫേസിന്റെ പുറത്തേക്ക് നമ്മൾ നമ്മുടെ മിക്സറിനെ ഒഴിക്കും. എന്നിട്ട് അതിലൂടെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെന്റിനെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ ആ ഒരു സെപ്പറേഷൻ നടത്തും. നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ കുറിച്ച് നോക്കാൻ വേണ്ടി പോവാം. ഓക്കെ, അപ്പോ നമ്മള് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കോളം ക്രൊമാറ്റോഗ്രഫിയാണ്. കോളം ക്രൊമാറ്റോഗ്രഫി. അപ്പൊ കോളം ക്രൊമാറ്റോഗ്രഫിയുടെ ബേസിസിൽ നമുക്ക് ഇവരെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നമ്മള് ഒരു ഗ്ലാസ് കോളം എടുക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഗ്ലാസ് കോളത്തിനകത്ത് വെച്ചാണ് നമ്മൾ ഈ സെപ്പറേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കോളം ക്രൊമാറ്റോഗ്രഫി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ഗ്ലാസ് കോളത്തിനകത്ത് നമ്മളുടെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് സിലിക്ക, അലൂമിന പോലെയുള്ള ഏതെങ്കിലും സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിരിക്കാം. ഏതാ? നമ്മൾ കോളത്തിന്റെ കേസിലാണ്. അപ്പോൾ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് സോളിഡും ആകാം അല്ലെങ്കിൽ ലിക്വിഡും ആകാം. ഓക്കെ, മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡും ആകാം ഗ്യാസും ആകാം. ഇവരെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ കോളം ക്രൊമാറ്റോഗ്രഫിയിൽ നമ്മൾ ഒരു സോളിഡ് ആയിട്ടുള്ള പൗഡറിനെ ഇതിനകത്തേക്ക് നിറയ്ക്കും. ഓക്കെ, സോളിഡ് ആയിട്ടുള്ള പൗഡറിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്തേക്ക് നിറയ്ക്കും. അതാണ് നമ്മുടെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പുറത്തേക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സറിനെ
ഇതിന്റെ പുറത്തേക്ക് നമ്മൾ ഒഴിക്കും. ആരെയാണോ സെപ്പറേറ്റ് ചെയ്യേണ്ടത് അതിന് നമ്മൾ ഇതിന്റെ പുറത്തേക്ക് ഒഴിക്കും. ദെൻ ഇതിനകത്തേക്ക് നമ്മൾ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള മൊബൈൽ ഫേസിനെ ഒഴിക്കും. ഓക്കെ, സ്യൂട്ടബിൾ ആയിട്ടുള്ള മൊബൈൽ ഫേസിനെ നമ്മൾ ഒഴിക്കും. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മൊബൈൽ ഫേസിനെ ഇങ്ങോട്ട് ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കോമ്പൗണ്ട് നമ്മുടെ ഈ മൊബൈൽ ഫേസിന്റെ കൂടെ എന്ത് ചെയ്യും, താഴേക്ക് മൂവ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ സെപ്പറേഷൻ നടക്കുന്നത്. അപ്പൊ ദ ഫാക്ടേഴ്സ് എഫക്റ്റീവ് ഓൺ സെപ്പറേഷൻ എന്ന് പറയുന്നത്, എങ്ങനെയാണ് സെപ്പറേഷൻ നടക്കുന്നതെന്ന് പറയുന്നത്, ഒന്നെങ്കിൽ അഡ്സോപ്ഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് വഴിയായിരിക്കും, അല്ലെങ്കിൽ പാർട്ടീഷൻ ആയിരിക്കും. അഡ്സോപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അഡ്സോപ്ഷൻ എന്ന് പറഞ്ഞാല്? അഡ്സോപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അബ്സോപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ, നമ്മളൊരു സ്പോഞ്ചിനെ എടുത്ത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുന്നു. ഒരു സ്പോഞ്ചിനെ വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ആ സ്പോഞ്ച് മുഴുവൻ എന്ത് ചെയ്യും, ആ വാട്ടറിനെ അബ്സോർബ് ചെയ്യും. അപ്പൊ നമ്മൾ അതിനെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുന്ന സമയത്ത് ആ സ്പോഞ്ചിന്റെ എല്ലാ ഭാഗത്തും ആ വാട്ടർ മോളിക്യൂൾ കാണും. അതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ അഡ്സോപ്ഷൻ എന്ന് പറഞ്ഞാല് നമ്മളൊരു ചോക്ക് പീസിനെ എടുത്തിട്ട് ഒരു വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുന്നു. ഒരു ചോക്ക് പീസിനെ നമ്മളൊരു വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആ ചോക്ക് പീസിന്റെ ഈ ഒരു സർഫസിൽ മാത്രമേ ആ വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്തിട്ടുള്ളൂ, പറ്റിപ്പിടിച്ചിരിക്കത്തുള്ളൂ. അകത്തോട്ട് എന്ത് ചെയ്യത്തില്ല, പറ്റിപ്പിടിക്കത്തില്ല, അല്ലെ? അപ്പൊ സർഫസിൽ നടക്കുന്ന അബ്സോർപ്ഷൻ, സർഫസ് അബ്സോർപ്ഷൻ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അഡ്സോർപ്ഷൻ നടക്കണമെങ്കിൽ അവിടെ ഒരു അഡ്സോർബെന്റും അഡ്സോർബേറ്റും ഉണ്ട്. അഡ്സോർബേറ്റ് എന്തിലാണോ അഡ്സോർപ്ഷൻ നടക്കുന്നത്, ഇപ്പൊ നമ്മൾ ചോക്കിനകത്ത് വാട്ടർ ആണെങ്കിൽ ആരാണോ ആ അഡ്സോർബ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ അഡ്സോർബെന്റ് എന്ന് വിളിക്കുന്നത്. ആരെയാണോ അഡ്സോർബ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ അഡ്സോർബേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കണമെങ്കിൽ അവിടുത്തെ അഡ്സോർബെന്റ് എപ്പോഴും നമുക്കൊരു സോളിഡ് ആയിരിക്കണം. സോ ക്രൊമാറ്റോഗ്രഫി ടെക്നിക് ബിറ്റ്വീൻ എ സോളിഡ് സ്റ്റേഷനറി ഫേസ്, ഒരു സോളിഡ് ആയിട്ടുള്ള സ്റ്റേഷനറി ഫേസ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അവിടെ നടക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ ആണ്. അഡ്സോർപ്ഷൻ. ഇനി നമ്മുടെ ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേഷനറി ഫേസ് ലിക്വിഡ് ആണെങ്കിൽ മൊബൈൽ ഫേസും ലിക്വിഡ് ആണ്. അപ്പൊ ലിക്വിഡിന്റെ ഇടയിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് പാർട്ടീഷൻ എന്ന് പറയുന്ന ടെക്നിക്കാണ്. എന്താണ് പാർട്ടീഷൻ? പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ മൊബൈൽ ഫേസും ലിക്വിഡ് ആണ്, സ്റ്റേഷനറി ഫേസും ലിക്വിഡ് ആണ്. അപ്പൊ രണ്ടും ലിക്വിഡ് ആകുമ്പോൾ നമ്മുടെ കോമ്പൗണ്ട് അഡ്സോർബ് ചെയ്യുകയല്ല ചെയ്യുന്നത്, പിന്നെയോ ആ രണ്ട് ലിക്വിഡിന്റെ ഇടയിൽ പാർട്ടീഷൻ, അവരുടെ അഫിനിറ്റി അനുസരിച്ച് പാർട്ടീഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ ഈ ഒരു സെപ്പറേഷന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അഡ്സോർപ്ഷൻ ആകാം. ഏതിന്റെ കേസിൽ? ലിക്വിഡ് സോളിഡ് ക്രൊമാറ്റോഗ്രഫി ആണെങ്കിൽ അവിടെ അഡ്സോർപ്ഷൻ ആകാം. അതല്ല ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി ആണെങ്കിൽ അവിടെ എന്താകാം, പാർട്ടീഷൻ ആകാം. ഓക്കെ. ആൻഡ് അഫിനിറ്റി ഓർ ഡിഫറൻസ് അമംഗ് ദർ മോളിക്കുലർ വെയിറ്റ്. അപ്പോൾ ഇവരുടെ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അഡ്സോർപ്ഷന്റെ പ്രിൻസിപ്പിൾ ആകാം, അല്ലെങ്കിൽ പാർട്ടീഷന്റെ പ്രിൻസിപ്പിൾ ആകാം. ആൻഡ് ദ അഫിനിറ്റി ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്, ആ മോളിക്കുലർ വെയിറ്റിന്റെ ഇടയിലുള്ള ആ ഒരു അഫിനിറ്റി അതിന്റെ ബേസിസിലും ആകാം. ഓക്കെ. ബിക്കോസ് ഓഫ് ദിസ് ഡിഫറൻസസ് സബ് കോമ്പൗണ്ട് മേ സ്റ്റേ ലോങ്ങർ ഇൻ ദ സ്റ്റേഷനറി ഫേസ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ഒരു സ്റ്റേഷനറി ഫേസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന മൊബൈൽ ഫേസ് ഉണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന, നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു മിക്സ്ചർ ആരുമായിട്ടാണോ അഫിനിറ്റി കൂടുതൽ, നമ്മുടെ സ്റ്റേഷനറി ഫേസുമായിട്ടാണ് അഫിനിറ്റി കൂടുതലെങ്കിൽ എന്ത് സംഭവിക്കും, അവർ സ്റ്റേഷനറി ഫേസിൽ കുറെ നേരം റീറ്റെയിൻ ചെയ്യും. എന്നാൽ മൊബൈൽ ഫേസിനോട് അഫിനിറ്റി കൂടിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും, അവർ പതുക്കെ ഈ മൊബൈൽ ഫേസിന്റെ കൂടെ താഴേക്ക് മൂവ് ചെയ്യും. ഈ അഫിനിറ്റി ഉദ്ദേശിക്കുന്നത് അതിന്റെ പൊളാരിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം. പൊളാരിറ്റി എന്ന് പറയുമ്പോൾ എന്താ, ചാർജ്ഡ് ആയിട്ട് മാറാനുള്ള കഴിവ്, അല്ലെ? നമ്മൾ HCl എന്ന് പറയുന്ന ഒരു മോളിക്കൂൾ എടുക്കുകയാണെങ്കിൽ ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ്. സോ ക്ലോറിൻ എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ ഇങ്ങോട്ട് പിടിച്ചു വലിക്കും. നമ്മൾ ഡൈപോൾ മൊമെന്റ് പഠിച്ചതല്ലേ, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്. അപ്പൊ ഇവിടെ എന്താ, ഇതൊരു പോളാർ മോളിക്കൂളാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ലൈക്ക് ഒരേപോലത്തെ ആൾക്കാർ, അപ്പൊ നമുക്കൊരു പോളാർ ആയിട്ടുള്ള ഒരു സോൾവെന്റ് ആണ്, ഒരു മിക്സർ ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നതെങ്കിൽ അതിനോട്
പൊളാരിറ്റി ഉള്ള, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജ് ഉള്ള അല്ലെങ്കിൽ പൊളാരിറ്റി ഉള്ള മൊബൈൽ ഫേസിന് നമ്മൾ ഇങ്ങോട്ട് വിടുന്ന സമയത്ത് അവർ തമ്മിൽ ഒരു അഫിനിറ്റി ഉണ്ടാവുകയും ആ പാർട്ടിക്കിൾ നേരെ താഴേക്ക് വരികയും ചെയ്യും. ഇനി അതല്ല അവർക്ക് സ്റ്റേഷനറി ഫേസിനോടാണ് അഫിനിറ്റി കൂടുതലെങ്കിൽ അവരെന്ത് ചെയ്യും, ഈ സ്റ്റേഷനറി ഫേസിനോട് തന്നെ കുറെ നേരം പറ്റിപ്പിടിച്ചിരിക്കുകയും ചെയ്യും. അപ്പോ ഇവരുടെ ബിക്കോസ് ഓഫ് ദിസ് ഡിഫറൻസ്, ഏത് ഡിഫറൻസ്, അഫിനിറ്റി അല്ലെങ്കിൽ ഡിഫറൻറ്റ് എമംഗ് ദ മോളിക്കുലർ, ആ ഒരു അഫിനിറ്റിയുടെ ബേസിസിൽ സം കോമ്പൗണ്ട് എന്ത് ചെയ്യും, സ്റ്റേസ് ലോങ്ങർ ഇൻ ദ സ്റ്റേഷനറി ഫേസ്, കുറെ നേരം സ്റ്റേഷനറി ഫേസിൽ നിൽക്കും. ആൻഡ് ദേ മൂവ് സ്ലോലി ഇൻ ദ ക്രൊമാറ്റോഗ്രഫിക് സിസ്റ്റം, വളരെ സ്ലോ ആയിട്ടായിരിക്കും ക്രൊമാറ്റോഗ്രഫിക് സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. പക്ഷേ മൊബൈൽ ഫേസിനോടാണ് അഫിനിറ്റി കൂടുതലെങ്കിൽ അവരെന്ത് ചെയ്യും, ഈ മൊബൈൽ ഫേസ് മൂവ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ അവരും എന്ത് ചെയ്യും, താഴേക്ക് പെട്ടെന്ന് തന്നെ വരികയും ചെയ്യും. ഓക്കെ, ഇനി ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അപ്പോ നമ്മുടെ ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്കിൽ 3 കമ്പോണൻസ് ആണുള്ളത്. ഏതൊക്കെയാ? സ്റ്റേഷനറി ഫേസ്, മൊബൈൽ ഫേസ്, സാമ്പിൾ മിക്സർ. ഇപ്പൊ സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സോളിഡ് ആകാം അല്ലെങ്കിൽ ലിക്വിഡ് ആകാം. അപ്പോ സോളിഡ് ആണെങ്കിൽ അവിടെ അഡ്സോർപ്ഷൻ ആയിരിക്കും നടക്കുന്നത്. നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോളം ക്രൊമാറ്റോഗ്രഫിയുടെ കേസാണ്. കോളം ക്രൊമാറ്റോഗ്രഫി. അപ്പോ സ്റ്റേഷനറി ഫേസ് സോളിഡ് ആണെങ്കിൽ അവിടെ അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് വഴിയാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ആ ഒരു സെപ്പറേഷൻ നടക്കുന്നത്. ഈ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ കോളം ക്രൊമാറ്റോഗ്രഫി ആണെങ്കിൽ നമ്മൾ ഇവിടെ എടുക്കുന്നത് ലിക്വിഡിനെയാണ്. എന്താണ്? ലിക്വിഡ്. ഓക്കെ, ലിക്വിഡ് ആയിരിക്കും നമ്മുടെ മൊബൈൽ ഫേസ്, അല്ലെങ്കിൽ ഗ്യാസും ആകാം, ഒരേ ഗേഷ്യസ് കമ്പോണന്റും ആകാം. ഓക്കെ, ഇപ്പൊ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് സോളിഡ് ആകാം അല്ലെങ്കിൽ ലിക്വിഡ് ആകാം. മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡ് ആകാം അല്ലെങ്കിൽ ഗ്യാസ്, മൂവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം മൊബൈൽ ഫേസ് എന്ന് പറയുന്നത്. ഇനി സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? സാമ്പിൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന മിക്സർ. ഇതാണ് 3 കമ്പോണന്റ് ഫോർ എ സെപ്പറേഷൻ. ഈ ക്രൊമാറ്റോഗ്രഫി ടെക്നിക്കിനകത്ത് നമുക്ക് വേണ്ട 3 കമ്പോണന്റ് ആണ് ഈ പറഞ്ഞത്. ഓക്കെ, നമ്മൾ ക്രൊമാറ്റോഗ്രഫിയെ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്നാമത്തതാണ് അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി. അപ്പൊ അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ അവിടുത്തെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അഡ്സോർപ്ഷൻ ആണ്. അഡ്സോർപ്ഷൻ ആകണമെങ്കിൽ ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സോളിഡ് ആയിരിക്കും. സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സോളിഡ് ആയിരിക്കും. ഇനി രണ്ടാമത്തത് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി. പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ അവിടെ പാർട്ടീഷൻ എന്ന് പറയുന്ന ഒരു ബേസിക് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് അവർ എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ പാർട്ടീഷൻ നടക്കണമെങ്കിൽ ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ് ഉറപ്പായിട്ടും എന്തായിരിക്കും? ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ് ലിക്വിഡ് ആയിരിക്കും. എന്തായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. ഇനി അടുത്തതാണ് എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രഫി. എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ സൈസ്, മോളിക്കുലാർ സൈസിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്? മോളിക്കുലാർ സൈസ്, ഇതിന്റെ ബേസിസിലാണ് ഇവിടെ സെപ്പറേഷൻ നടക്കുന്നത്. ഇനി അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത് അയോണിക് ചാർജിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ സെപ്പറേഷൻ നടക്കുന്നത്. അപ്പൊ ഇത് 4 എണ്ണമാണ് നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക് എന്ന് പറയുന്നത്. ഏതൊക്കെയാ? അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി, പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി, എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രഫി, അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫിയെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇതുവരെ നമ്മൾ ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്, എങ്ങനെയാണ് ക്രൊമാറ്റോഗ്രഫി, അതിനകത്ത് എങ്ങനെയാണ് സെപ്പറേഷൻ ഒക്കെ നടക്കുന്നത്. ഇനി നമ്മൾ ഓരോ ക്രൊമാറ്റോഗ്രഫി ടെക്നിക്കിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവാം. അപ്പൊ അതിൽ ആദ്യത്തേത് അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി. അപ്പൊ അഡ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ ആണ്. ദാറ്റ് ഈസ് അവിടുത്തെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്ന ഒരു സോളിഡ് ആണ്. ഇതാണ് സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്, ഒരു സോളിഡ് ആണ്. മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ആകാം അല്ലെങ്കിൽ ഗ്യാസ് ആകാം. മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡ് ആകാം അല്ലെങ്കിൽ ഗ്യാസ് ആകാം. ഓക്കെ, അപ്പോ അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി ആണെങ്കിൽ സ്റ്റേഷനറി ഫേസിന് ഒരു വ്യത്യാസവും ഇല്ലാതെ എന്തായിരിക്കും? സോളിഡ് ആയിരിക്കും. മൊബൈൽ ഫേസ് ലിക്വിഡോ ഗ്യാസോ ആകാം. ഇനി നമ്മൾ ഒരു ക്രൊമാറ്റോഗ്രഫിയുടെ പേര് പറയുന്നത്, ആ ക്രൊമാറ്റോഗ്രഫി എന്ത് ടെക്നിക്കാണ്, അതിന്റെ പേര് നമ്മൾ പറയുന്നത് അതിന്റെ മൊബൈൽ ഫേസിനെ വെച്ചിട്ടാണ്. മൊബൈൽ ഫേസ് എന്താണോ അതിന്റെ പേരിലാണ് നമ്മൾ ആ ഒരു ക്രൊമാറ്റോഗ്രഫി ടെക്നിക്ക് നമ്മൾ പറയുന്നത്. അപ്പൊ മൊബൈൽ ഫേസ് ലിക്വിഡ് ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് വിളിക്കും? ലിക്വിഡ് സോളിഡ് ക്രൊമാറ്റോഗ്രഫി. അപ്പൊ എപ്പോഴും ആദ്യം പറയുന്നത് മൊബൈൽ ഫേസിന്റെ പേരാണ്. അപ്പം
നമ്മുടെ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡ് ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം? ലിക്വിഡ് സോളിഡ് ക്രൊമാറ്റോഗ്രഫി എന്ന് വിളിക്കാം. വെൻ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ഇനി മൊബൈൽ ഫേസ് ലിക്വിഡ് ആണെങ്കിൽ അതിനെ നമ്മൾ ലിക്വിഡ് സോളിഡ് ക്രൊമാറ്റോഗ്രഫി എന്ന് വിളിച്ചു. ഇനി ഈ നമ്മുടെ സ്റ്റേഷനറി ഫേസ് സോളിഡ് ആണ്, അതിന് നമ്മളൊരു കോളത്തിനകത്താണ് എടുക്കുന്നതെങ്കിൽ, ഓക്കെ, കോളം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു ഗ്ലാസിന്റെ ഒരു വലിയ ഒരു ട്യൂബ്, നമ്മുടെ ബ്യൂററ്റ് പോലെ, ബ്യൂററ്റിന്റെ തന്നെ കുറച്ച് വലുതോ ബ്യൂററ്റിന്റെ സൈസിലൊക്കെ ആകാം. ഇതുപോലെ ഒരു കോളത്തിനകത്താണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോളം ക്രൊമാറ്റോഗ്രഫി എന്ന് വിളിക്കുന്നത്. ഇനി വെൻ ദ സോളിഡ് ആയിട്ടുള്ള അഡ്സോർബന്റ് നമ്മളൊരു തിൻ ലെയർ ആയിട്ടാണ് നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി ടെക്നിക് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ നമ്മളൊരു തിൻ ലെയറിലാണ് നമ്മുടെ സ്റ്റേഷനറി ഫേസ് കോട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി എന്നും വിളിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. ഇനി അപ്പൊ ഇതെന്താ? അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫിയുടെ കേസാണ് പറഞ്ഞത്. അപ്പൊ അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫിയിൽ നമ്മൾ പറഞ്ഞതാ ലിക്വിഡ് സോളിഡ് ക്രൊമാറ്റോഗ്രഫി. ഇനി ഗ്യാസ് സോളിഡ് ക്രൊമാറ്റോഗ്രഫി ഉണ്ട്. ഓക്കെ, ഗ്യാസ് സോളിഡും ഉണ്ട്. അതിനെ നമ്മൾ ജനറൽ ആയിട്ട് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി എന്നാ വിളിക്കുന്നത്. അതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? നമുക്ക് വേറെ തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് ലിക്വിഡ് സോളിഡ് ക്രൊമാറ്റോഗ്രഫി ആണ്. അപ്പൊ അതിൽ തന്നെ കോളം ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സോളിഡ് സ്റ്റേഷനറി ഫേസ് ഒരു കോളത്തിനകത്തായിരിക്കും ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി സോളിഡ് സ്റ്റേഷനറി ഫേസിന് ഒരു തിൻ ലെയർ കോട്ടിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി എന്നും വിളിക്കാം. ഇനി പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ അവിടെ എന്താ നമ്മൾ പറഞ്ഞത്? ലിക്വിഡ് അല്ലെ? പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി ആണ് വരുന്നത്. അപ്പൊ പാർട്ടീഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റേഷനറി ഫേസ് എന്തായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ ലിക്വിഡിനെ നമ്മൾക്ക് ഇങ്ങനെ ഒരിടത്ത് ഫിക്സ് ചെയ്ത് നിർത്താൻ പറ്റുമോ? അത് മൂവബിൾ അല്ലേ? അപ്പൊ അവരെ ഫിക്സ് ചെയ്ത് നിർത്താൻ വേണ്ടി നമ്മളൊരു സോളിഡ് സപ്പോർട്ടും കൂടെ എടുക്കും. നമ്മൾ എന്ത് ചെയ്യും? ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഇനേർട്ട് സബ്സ്റ്റൻസ് നമ്മുടെ ആ കോളത്തിന് ചുറ്റും എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഇങ്ങനെ കോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു ലിക്വിഡിനെ നമ്മൾ ട്രാപ്പ് ചെയ്ത് നിർത്തുന്നത്. ലിക്വിഡിനെ നമ്മൾ അവിടെ ട്രാപ്പ് ചെയ്ത് നിർത്തും. അപ്പോ ലിക്വിഡ് എന്ന് പറയുന്നത് ഹെൽഡ് ഓൺ ആൻ ഇനേർട്ട് സോളിഡ് സപ്പോർട്ട്. ഒരു ഇനേർട്ട് ആയിട്ടുള്ള ഒരു സോളിഡ് സപ്പോർട്ടിലായിരിക്കും നമ്മൾ ലിക്വിഡ് സ്റ്റേഷനറി ഫേസിനെ നിർത്തുന്നത്. ഇനി മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ഏതൊക്കെയാകാം? ഒന്നെങ്കിൽ ലിക്വിഡ് ആകാം, അല്ലെങ്കിൽ ഗ്യാസ് ആകാം. മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ലിക്വിഡ് ആകാം, അല്ലെങ്കിൽ ഗ്യാസ് ആകാം. ഇനി മൊബൈൽ ഫേസ് ലിക്വിഡ് ആണെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാം? ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി. ഇനി ഈ ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫിയിൽ തന്നെ നമ്മുടെ സ്റ്റേഷനറി ഫേസ് ആയിട്ടുള്ള ലിക്വിഡിനെ ഒരു കോളത്തിനകത്താണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് വിളിക്കാം? ലിക്വിഡ് ഫിലിം പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി. ലിക്വിഡ് ഫിലിം പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി എന്ന് വിളിക്കാം. ഇനി ഈ ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫിയെ തന്നെ നമ്മൾ അതിനകത്ത് ഒരു ഹൈ പ്രഷറും കൂടെ കൊടുക്കുന്നു. കാരണം ഈ ഒരു കോളത്തിനകത്ത് നമ്മുടെ പാർട്ടിക്കിളിന്റെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാ? ബേസ്ഡ് ഓൺ ദ ഗ്രാവിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പാർട്ടിക്കിൾ താഴേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാവിറ്റിയുടെ അടിസ്ഥാനത്തിലാകുമ്പോൾ ഈ സോളിഡിലൂടെ നമ്മൾ ഇങ്ങനെ പാർട്ടിക്കിൾ ഇങ്ങനെ നേരെ വന്ന് 1 by 1 ഡ്രോപ്പ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇവിടെ ഈ ഒരു സെപ്പറേഷൻ നടക്കുന്നത്. അപ്പൊ ഇത്രയും സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വരും? നമുക്ക് സെപ്പറേഷന് ടൈം കൂടുതലായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു പമ്പിനെയും കൂടെ കണക്ട് ചെയ്യും, ഒരു പ്രഷർ പമ്പിനെയും കൂടെ കണക്ട് ചെയ്യും. അപ്പൊ അവിടെ ഒരു ഹൈ പ്രഷറിൽ എന്ത് ചെയ്യും? കുറച്ചും കൂടെ സെപ്പറേഷൻ എളുപ്പമാവും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? HPLC എന്ന് പറഞ്ഞാൽ എന്താ? ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി. എന്താണ്? ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി. അതാണ് HPLC. അല്ലെങ്കിൽ ഇതിനെ തന്നെ നമുക്ക് എന്ത് വിളിക്കാം? ഹൈ പെർഫോമൻസിന് പകരം ഹൈ പ്രഷർ ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി. ഹൈ പ്രഷർ ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ HPLC എന്ന് പറയുന്നത്. അപ്പൊ അതും എന്താണ്? ഒരു പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയുടെ ഒരു ടെക്നിക്കാണ്. ഇനി ഇഫ് എ സ്ട്രിപ്പ് ഓഫ് പേപ്പർ ഈസ് യൂസ്ഡ് ആസ് എ സ്റ്റേഷനറി ഫേസ്, നമ്മളൊരു സ്ട്രിപ്പ് ഓഫ് പേപ്പർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് പേപ്പർ ക്രൊമാറ്റോഗ്രഫി എന്ന് വിളിക്കാം. അപ്പൊ സ്ട്രിപ്പ് ഓഫ് പേപ്പറിന്റെ കേസിലും
നമ്മുടെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡാ. അതെങ്ങനെയാ പേപ്പർ ലിക്വിഡ് ആവുന്നേ? നമ്മുടെ പേപ്പറിനകത്തുള്ള സെല്ലുലോസ് അല്ലെ, പേപ്പറിനകത്ത് എന്തുണ്ട്? സെല്ലുലോസ് ഉണ്ട്. ഈ സെല്ലുലോസിനകത്ത് വാട്ടർ ട്രാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. വാട്ടർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? വാട്ടർ ട്രാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ട്രാപ്ഡ് വാട്ടർ ഇൻ സെല്ലുലോസ്, ഇതാണ് നമ്മുടെ സ്റ്റേഷനറി ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ പേപ്പർ ക്രൊമാറ്റോഗ്രഫി ഈസ് ഓൾസോ എ പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി ടെക്നിക്. ഓക്കെ, പേപ്പർ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത് എന്താണ്? ഒരു പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്കാണ്. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി പറഞ്ഞു, ദെൻ പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി പറഞ്ഞു. ഇനി അടുത്തത് എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രഫി. എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത പറഞ്ഞ ടെക്നിക്കാണ്. എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ സെപ്പറേഷൻ ഓഫ് ദ കമ്പോണന്റ് ടേക്ക് പ്ലേസ് അക്കോർഡിംഗ് ടു ദ മോളിക്കുലാർ സൈസ്. നമ്മുടെ മോളിക്കുലാർ സൈസിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? സെപ്പറേഷൻ നടക്കുന്നത്. അപ്പോ സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇത് രണ്ട് ടൈപ്പാണ്. എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ 2 ടൈപ്സ് ആണ്. ഏതൊക്കെയാ? ജെൽ പെർമിയേഷനും സീവ് സെപ്പറേഷനും. ഇതാണ് നമ്മൾ ഈ എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രഫിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടെക്നിക്ക് എന്ന് പറയുന്നത്. ഏതൊക്കെയാ? ജെൽ പെർമിയേഷനും സീവിങ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ജെൽ പെർമിയേഷൻ എന്ന് പറയുമ്പോൾ സെപ്പറേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ദ സൊല്യൂട്ട് മോളിക്യൂൾ. നമ്മുടെ സൊല്യൂട്ട് മോളിക്യൂളിന്റെ സൈസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സെപ്പറേഷൻ നടത്തുന്നത്. അപ്പൊ ഇവിടെ ജെൽസ് എന്ന് പറഞ്ഞാൽ 3D നെറ്റ്വർക്ക് ക്രോസ് ലിങ്ക്ഡ് ചെയിൻസ് ആണ്. 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് ആയിട്ടുള്ള ക്രോസ് ലിങ്ക്ഡ് ചെയിൻസ് ആണ് ജെൽസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ജെൽസിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെന്റിനകത്ത് എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. സ്യൂട്ടബിൾ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജെൽസ് സ്വെല്ല് ചെയ്യാനായിട്ട് തുടങ്ങും. എന്ത് ചെയ്യും? സ്വെല്ല് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇങ്ങനെ സ്വെല്ല് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ആ ഒരു പോളിമർ ചെയിനിന്റെ ഇടയിലുള്ള സൈസ് ഇൻക്രീസ് ചെയ്യും അല്ലെ. ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ സ്വെല്ല് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്യും? ഇതിന്റെ ഇടയ്ക്ക് സ്പേസ് ബിറ്റ്വീൻ ദ പോളിമർ ചെയിൻ അതെന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഈ പോളിമർ ഇതിന്റെ ഇടയിലേക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഈ ഓരോ ജെല്ലിനനുസരിച്ചിട്ട് സ്പേസ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോ നമ്മുടെ ഈ ഒരു സൊല്യൂട്ട് പാർട്ടിക്കിളിനെ നമ്മൾ ഈ ഓരോ ജെല്ലിന്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ ആ ഒരു സൈസ് അനുസരിച്ച് നമുക്ക് ആ സൊല്യൂട്ട് പാർട്ടിക്കിളിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള ടെക്നിക്കാണ് എന്താ? ജെൽ പെർമിയേഷൻ എന്ന് പറയുന്നത്. ജെൽ പെർമിയേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ജെൽസ് ഉപയോഗിച്ചിട്ട് ജെൽസിനെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? ആ ജെൽസ് സ്വെല്ല് ചെയ്യുന്നു. അപ്പൊ ആ സ്വെല്ലിങ്ങിന്റെ ഫലമായിട്ട് നമ്മുടെ പോളിമർ ചെയിനിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ അതിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്? സ്വെല്ലിങ് നടക്കുന്നത്. ഇനി ഇറ്റ് ഈസ് യൂസ്ഡ്, ഈ ജെൽ പെർമിയേഷൻ എന്ന് പറഞ്ഞാൽ ഏതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? പ്രോട്ടീൻസ്, ഷുഗർ, സിലിക്കോൺസ്, ഇവരൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ജെൽ പെർമിയേഷൻ വഴി എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ആരൊക്കെയാ? പ്രോട്ടീൻ, ഷുഗർ, സിലിക്കൺസ്. ഓക്കെ, അപ്പം ഇത് നമ്മൾ എല്ലാത്തിന്റെയും ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് നമ്മൾ എല്ലാത്തിനെയും കൂടെ എന്ത് ചെയ്യുക? ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. ഇനി നമ്മൾ സിലബസ് അനുസരിച്ച് നമ്മൾ ഓരോ ടോപ്പിക്കിനെയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പരിചയപ്പെടുന്നുണ്ട്. ഇത് ക്രൊമാറ്റോഗ്രഫിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ. നെക്സ്റ്റ് സീവ് സെപ്പറേഷൻ. ഇപ്പൊ സീവ് സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ അരിപ്പ അല്ലെ, നമ്മൾ അരിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സീവിന് എക്സാമ്പിൾ ആണ് സിയോലൈറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ് സിയോലൈറ്റ്സ്? ഇപ്പൊ സിയോലൈറ്റ്സ് എന്ന് പറയുന്നത് ഈസ് യൂസ്ഡ് ആസ് എ സീവ്, ഒരു സീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എന്തുണ്ട്? ഇറ്റ് കണ്ടെയ്ൻ പെർമനന്റ് ക്യാവിറ്റീസ്. ഈ സിയോലൈറ്റ്സിനകത്ത് പെർമനന്റ് ആയിട്ടുള്ള ക്യാവിറ്റീസ് ഉണ്ട്. ആൻഡ് ചാനൽസ് ഇൻ ദി സ്ട്രക്ചേഴ്സ്. ഇപ്പൊ സിയോലൈറ്റ്സിനകത്ത് പെർമനന്റ് ആയിട്ടുള്ള ക്യാവിറ്റീസ് ഉണ്ട് ആൻഡ് ഓൾസോ ചാനൽസും അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് ഓഫ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾ, നമ്മുടെ സൊല്യൂട്ട് പാർട്ടിക്കിളിന്റെ സൈസ് അനുസരിച്ച് നമ്മൾ നമ്മുടെ മിക്സറിനെ ഈ സിയോലൈറ്റ്സിനകത്ത് ഇടുന്ന സമയത്ത് ഇതിന്റെ ക്യാവിറ്റീസിലും ഇതിന്റെ ചാനൽസിലൂടെ മൂവ് ചെയ്യാൻ പറ്റുന്ന പാർട്ടിക്കിളിനെ ഇതിനകത്തൂടെ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ബാക്കിയുള്ള ആൾക്കാരൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സിയോലൈറ്റ്സിനകത്തേക്ക് പാസ് ചെയ്യില്ല. അപ്പൊ ഇങ്ങനെ പാസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ ദി സൈസ് ഓഫ് ദി പാർട്ടിക്കിൾ, മോളിക്കുലാർ സൈസ് അനുസരിച്ച് നമുക്ക്
ഈ രണ്ട് രീതിയിൽ നമുക്ക് സെപ്പറേഷൻ നടത്താം. ഏതൊക്കെയാ? ജെൽ പെർമിയേഷനും അതുപോലെ തന്നെ സീവ് സെപ്പറേഷൻ. ഓക്കെ, ക്ലിയർ ആണോ? നമ്മള് ഡിഫറെന്റ് ടൈപ്സ് ആണ് പറഞ്ഞത്. ഏതൊക്കെയാ? അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി പറഞ്ഞു, പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി പറഞ്ഞു, എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രഫി പറഞ്ഞു. എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രഫിയിൽ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് പറഞ്ഞു, സീവ് പെർമിയേഷനും സീവ് സെപ്പറേഷനും ജെൽ പ്രീമേഷനും നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ നമ്മുടെ സിലബസിലേക്ക് പോവുകയാണ്. സിലബസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫിയെ കുറിച്ചിട്ടാണ്. ഓക്കെ, അഡ്സോർപ്ഷനിൽ കോളവും തിൻ ലെയറും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ഇന്ന് കോളം ക്രൊമാറ്റോഗ്രഫിയെ കുറിച്ച് നോക്കാം. കോളം ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് സോളിഡ് ആണ്. എന്താണ്? സ്റ്റേഷനറി ഫേസ് സോളിഡ് ആണ്. മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡ് ആകാം അല്ലെങ്കിൽ ഗ്യാസ് ആകാം. മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡ് ആകാം അല്ലെങ്കിൽ ഗ്യാസ് ആകാം. ഇനി മൊബൈൽ ഫേസിന് ഒരു കോളത്തിനകത്താണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിച്ചു? സോളിഡ് ഈസ് യൂസ്ഡ് ആസ് ആൻ അഡ്സോർബന്റ്. ഒരു കോളം ഓഫ് സോളിഡ് ആണ് നമ്മൾ അഡ്സോർബന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഡ്സോർപ്ഷൻ കോളം ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക് എന്ന് പറയുന്നത്. ഇനി അഡ്സോർപ്ഷൻ കോളം ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്കിനകത്ത് നമുക്ക് ആരെയൊക്കെ അഡ്സോർബന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം? സിലിക്ക, അലൂമിന, കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ഫോസ്ഫേറ്റ്, മഗ്നീഷ്യ, സ്റ്റാർച്ച് എക്സെട്ര. ഇവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ ഒരു കോളം ക്രൊമാറ്റോഗ്രഫിയിൽ സ്റ്റേഷനറി ഫേസ് ആയിട്ട് നമുക്ക് എടുക്കാം. സ്റ്റേഷനറി ഫേസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി ഈ സെലക്ഷൻ ഓഫ് ദ സോൾവെന്റ്, ഇനി നമുക്ക് എന്ത് വേണം? മൊബൈൽ ഫേസ് വേണം അല്ലെ? അപ്പൊ മൊബൈൽ ഫേസിന് വേണ്ടിയിട്ട് സോൾവെന്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ കമ്പോണന്റ് ഓഫ് ദ മിക്സർ. നമുക്ക് ആരെയാണോ സെപ്പറേറ്റ് ചെയ്യേണ്ടത് ആ സെപ്പറേറ്റ് ചെയ്യേണ്ട കോമ്പൗണ്ടിന്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് എടുക്കേണ്ട മൊബൈൽ ഫേസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവരുടെ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ ആക്ടിവിറ്റി ഓഫ് ദ അഡ്സോർബന്റ്. നമ്മുടെ അഡ്സോർബന്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പാർട്ടിക്കിളിന്റെ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ പൊളാരിറ്റി ഓഫ് ദ സോൾവെന്റ്, സോൾവെന്റിന്റെ പൊളാരിറ്റി, ഇതിന്റെ രണ്ടിന്റെയും ബേസിലാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ ഈ ഒരു സെപ്പറേഷൻ നടക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പോ അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫിയിൽ കോളം ക്രൊമാറ്റോഗ്രഫിയാ പറഞ്ഞത്. കോളത്തിൽ നമ്മൾ അഡ്സോർബന്റ് ആയിട്ട് ആരെയൊക്കെ എടുക്കും? സിലിക്ക, അലൂമിന, കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ഫോസ്ഫേറ്റ്, മഗ്നീഷ്യ, സ്റ്റാർച്ച്. അപ്പൊ ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സിലിക്കയാണ്. ആരെയാണ്? സിലിക്കയാണ് നമ്മൾ കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഇവിടെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്. ഇനി അടുത്തത് അലൂമിനിയം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറ്. ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് എടുക്കുന്നത് സിലിക്കയാണ്. ഇനി മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കോമ്പൗണ്ട് അനുസരിച്ച് പൊളാരിറ്റി കൂടിയതും പൊളാരിറ്റി കുറഞ്ഞതുമായിട്ടുള്ള ഡിഫറെന്റ് ഓഫ് സോൾവെന്റുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചൂസ് ചെയ്യുന്നത്. അത് ഡിപ്പെൻഡ് ഓൺ ദി നേച്ചർ ഓഫ് ദ കമ്പോണന്റ് ഓഫ് ദ മിക്സർ. നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ട മിക്സറിന്റെ ആ ഒരു കമ്പോണന്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇവിടുത്തെ ഈ ഒരു സെപ്പറേഷൻ നടക്കുന്നത്. ഓക്കെ, the rate of separation is depend on the activity of the adsorbent and polarity of the solvent. ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മള് ഇതാണ് നമ്മുടെ ഒരു കോളം എന്ന് പറയുന്നത്. നമ്മുടെ കോളത്തിനകത്തേക്ക് നമ്മൾ നമ്മുടെ സ്റ്റേഷനറി ഫേസിനെ ഫില്ല് ചെയ്തു. കണ്ടോ, ഇതാണ് നമ്മുടെ സ്റ്റേഷനറി ഫേസ്. ഈ സ്റ്റേഷനറി ഫേസിന്റെ പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സറിനെ ഇതിനകത്തേക്ക് കൊടുത്തു. ഓക്കെ, നമുക്ക് ആരെയാണോ സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ട ആള് അയാളെ നമ്മൾ ഇതിനകത്തേക്ക് കൊടുത്തു. ദെൻ നമ്മൾ എടുത്തിരിക്കുന്ന മിക്സറിന്റെ ബേസിസിൽ നമ്മൾ ഒരു മൊബൈൽ ഫേസിനെ ഇങ്ങോട്ടേക്ക് ഒഴിച്ചു. അപ്പൊ മൊബൈൽ ഫേസ് എന്ത് ചെയ്യും? മൊബൈൽ ഫേസ് ഇതിനകത്തൂടെ പതുക്കെ 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 മൂവ് ചെയ്ത് താഴേക്ക് വരും. നമ്മൾ ഒഴിക്കുന്ന മൊബൈൽ ഫേസ്, അപ്പൊ ഇതിനകത്ത് എയും ബിയും ഉണ്ട്, രണ്ട് കോമ്പോണന്റ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ ആദ്യം ഇതിൽ ആരെങ്കിലും ഒരാളെ ആയിരിക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇവരുടെ പൊളാരിറ്റിയുമായിട്ട് ഇവർക്ക് ഹൈ പൊളാരിറ്റി ഉള്ള, ഇവർക്ക് നല്ല അഫിനിറ്റി ഉള്ള ഒരു മൊബൈൽ ഫേസിന് നമ്മൾ ആദ്യം ഒഴിക്കും. അപ്പൊ ഈ ഗ്രീൻ ആണ് എ, ഇതാണ് ബി. അപ്പൊ ആദ്യം നമ്മളൊരു മൊബൈൽ ഫേസിനെ ഇങ്ങോട്ട് ഒഴിച്ചു. അപ്പൊ ആ മൊബൈൽ ഫേസിന് എയോടാണ് മോർ അഫിനിറ്റി, ബിക്ക് വലിയ അഫിനിറ്റി കുറവാണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ മൊബൈൽ ഫേസ് ഇങ്ങനെ താഴോട്ട് മൂവ് ചെയ്യുന്ന അനുസരിച്ച്
നമ്മുടെ ഈ മിക്സറിനകത്തുള്ള എ എന്ന് പറയുന്ന കമ്പോണന്റ് ഈ മൊബൈൽ ഫേസിന്റെ ഒപ്പം പതുക്കെ 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 താഴോട്ട് മൂവ് ചെയ്ത് തുടങ്ങി. അപ്പൊ ആദ്യം നമുക്ക് ഇങ്ങനെ ഒറ്റ ഒരു സാമ്പിൾ ആയിരുന്നു. എന്നാൽ മൊബൈൽ ഫേസ് ഇങ്ങനെ താഴോട്ട് വരുന്ന അനുസരിച്ച് നമ്മുടെ ആ ഒരു അതിനോട് അഫിനിറ്റി കൂടിയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്തു, താഴേക്ക് താഴേക്ക് പതുക്കെ വന്നു. കണ്ടോ? അപ്പോ ഇവിടെ വന്നു. ദെൻ നമ്മുടെ സ്റ്റേഷനറി ഫേസുമായിട്ട് ഇവർക്ക് ആർക്ക്, ഈ എക്ക് സ്റ്റേഷനറി ഫേസിനോട് വലിയ അഫിനിറ്റി ഇല്ല. മൊബൈൽ ഫേസിനോടാണ് എന്ത്, അഫിനിറ്റി കൂടുതൽ. പക്ഷെ ബിക്ക് സ്റ്റേഷനറി ഫേസിനോടാണ് മൊബൈൽ ഫേസിനേക്കാൾ അഫിനിറ്റി കൂടുതൽ. അപ്പൊ എന്ത് ചെയ്യും, ബി വളരെ പതുക്കെയായിരിക്കും താഴോട്ട് മൂവ് ചെയ്യുന്നത്. എന്നാൽ എ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, മൊബൈൽ ഫേസിന്റെ കൂടെ താഴേക്ക് വരും. ഇനി അപ്പൊ ഇങ്ങനെ എന്താ, ഇതിവിടെ സ്ട്രോങ് ഇന്ററാക്ഷൻ ഉദ്ദേശിക്കുന്ന ആരുമായിട്ടാ, സ്റ്റേഷനറി ഫേസുമായിട്ട് സ്ട്രോങ് ഇന്ററാക്ഷൻ ആണ്. വീക്ക് ഇന്ററാക്ഷൻ ഉദ്ദേശിക്കുന്നത് മൊബൈൽ ഫേസുമായിട്ട് വീക്ക് ഇന്ററാക്ഷൻ ആണ്. ദെൻ നമ്മുടെ ഈ മൊബൈൽ ഫേസ് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കോമ്പോണന്റ് എന്ത് ചെയ്യും, പതുക്കെ 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 താഴേക്ക് വരും. അപ്പൊ ഇങ്ങനെ താഴേക്ക് വരുന്ന സമയത്ത് ഇവിടുന്ന് നമുക്ക് കളക്ട് ചെയ്യുന്ന ആരൊക്കെയായിരിക്കും, നമ്മുടെ മൊബൈൽ ഫേസിനെയും അതുപോലെ തന്നെ നമ്മുടെ സൊല്യൂട്ടിനെയും കൂടെ ചേർത്തിട്ടായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്, അല്ലെ? അപ്പൊ ഈ കിട്ടുന്ന ഈ മോളിക്യൂളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇല്യൂട്ടഡ് മോളിക്യൂൾ. എന്താ വിളിക്കുന്നത്, ഇല്യൂട്ടഡ് മോളിക്യൂൾ. അപ്പൊ ഇല്യൂട്ടഡ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ, മൊബൈൽ ഫേസ് മാത്രമല്ല, മൊബൈൽ ഫേസും സോല്യൂട്ടും ഇത് രണ്ടും കൂടെ ചേർന്ന് കിട്ടുന്ന ഈ കിട്ടുന്ന ആ ഒരു ലിക്വിഡിനെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇല്യൂട്ടഡ് മോളിക്യൂൾ. ഇങ്ങനെ മൊബൈൽ ഫേസിന്റെ കൂടെ നമ്മുടെ ഈ ഒരു കമ്പോണന്റും കൂടെ മിക്സ് ആയിട്ട് വരുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്താ, ഇല്യൂഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ്, ഇല്യൂഷൻ. ഓക്കെ. അപ്പൊ ഇല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ നമ്മുടെ ഇല്യൂട്ടഡ് മോളിക്യൂളിനെ നമ്മൾ ഇവിടെ കളക്ട് ചെയ്യും. ഇങ്ങനെ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവരെ വേപ്പറൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ കോമ്പോണന്റിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഈ ഗ്രീൻ ഫുള്ള് കളക്ട് ചെയ്യുന്നത് വരെ നമ്മൾ ഈ ഒരു ബീക്കറിലൂടെ വെക്കും. ദെൻ ഇതിനെ നമ്മൾ അവിടെ മാറ്റും. എന്നിട്ട് പിന്നെയും നമ്മുടെ മൊബൈൽ ഫേസ് വേണമെങ്കിൽ ഈ നമ്മുടെ ഈ എ എന്ന് പറയുന്ന കമ്പോണന്റ് സെപ്പറേഷന് ശേഷം നമ്മുടെ ഈ ഒരു മൊബൈൽ ഫേസ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പൊളാരിറ്റി കൂട്ടി കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ പൊളാരിറ്റി കൂട്ടുമ്പോൾ അവർക്ക് എന്തായിരിക്കും, നമ്മുടെ ബിക്ക് കുറച്ചും കൂടെ മൊബൈൽ ഫേസിനോട് അഫിനിറ്റി കൂടും. അപ്പോൾ ബി കുറച്ചും കൂടെ എളുപ്പത്തിൽ താഴേക്ക് മൂവ് ചെയ്യും. അങ്ങനെ വന്ന് 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 നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഈ ഒരു ബി എന്ന് പറയുന്ന കമ്പോണന്റിനെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും, കളക്ട് ചെയ്യും. എന്നിട്ട് ഇവരെ നമുക്ക് ഡിസ്റ്റിലേഷനോ അല്ലെങ്കിൽ ഇവാപ്പറേഷനോ ഒക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ. ഇവാപ്പറേഷനോ ഒക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ കോളം ക്രൊമാറ്റോഗ്രഫിയുടെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കി, ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ when the mobile phase along with the mixer, mobile phase ne mixer ഒപ്പം എന്ത് ചെയ്തു, need to be separated is introduced to the top of the column. കോളത്തിന്റെ ഏറ്റവും മുകളിൽ നമ്മൾ മൊബൈൽ ഫേസിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട സബ്സ്റ്റൻസിനെയും കൂടെ കോളത്തിന്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ വെക്കുന്നു. The movement of the individual component of the mixer is at a different rate. അപ്പൊ നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സറിനകത്തുള്ള കമ്പോണന്റുകളുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് റേറ്റ്സിലായിരിക്കും. ഓരോരുത്തർക്കും നമ്മുടെ മൊബൈൽ ഫേസിനോടും സ്റ്റേഷനറി ഫേസിനോടും ഉള്ള അഫിനിറ്റിയുടെ ബേസിസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവർക്ക് ഈ സെപ്പറേഷൻ നടക്കുന്നത്. ഇനി ദ കമ്പോണന്റ് വിത്ത് ലോവർ അഡ്സോർപ്ഷൻ വാല്യൂ ഉള്ള കമ്പോണന്റ് അവരെന്ത് ചെയ്യും, ലോവർ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേഷനറി ഫേസുമായിട്ട് അവർക്ക് വലിയ അഫിനിറ്റി ഇല്ല, അഡ്സോർപ്ഷൻ കുറവാണ്. അഡ്സോർപ്ഷൻ കുറവാണെങ്കിൽ അവരെന്ത് ചെയ്യും, അവര് ട്രാവൽ ഫാസ്റ്റർ when compared with the greater adsorption. അപ്പോൾ ഗ്രേറ്റർ അഡ്സോർപ്ഷൻ അഫിനിറ്റി ഉള്ളവരെക്കാൾ വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും ലോവർ അഡ്സോർപ്ഷൻ പവർ ഉള്ള ആൾക്കാർ മൂവ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ദ അഫിനിറ്റി വിത്ത് ദ സ്റ്റേഷനറി ഫേസ്. അപ്പൊ സ്റ്റേഷനറി ഫേസുമായിട്ട് ഗ്രേറ്റർ ആയിട്ടുള്ള അഡ്സോർപ്ഷൻ പവർ ഉള്ളവരെക്കാൾ വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും ലോവർ അഡ്സോർപ്ഷൻ പവർ ഉള്ള ആൾക്കാർ മൂവ് ചെയ്യുന്നത്. ആൻഡ് മൂവ് ഫാസ്റ്റ്, കമ്പോണന്റ് മൂവ് ഫാസ്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് റിമൂവ് ചെയ്യുന്നത്. ആൻഡ് സ്ലോലി മൂവ് ചെയ്യുന്നവർ എന്തായിരിക്കും, നമുക്ക് ലാസ്റ്റ് ആയിട്ടായിരിക്കും ഇല്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്.
അപ്പോൾ അഡ്സോർപ്ഷൻ ആണ് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ. എന്താണ് അഡ്സോർപ്ഷൻ? ആര്? നമ്മുടെ സ്റ്റേഷനറി ഫേസ് നമ്മുടെ കമ്പോണന്റിനെ അഡ്സോർബ് ചെയ്യുന്നതിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സെപ്പറേഷൻ നമ്മൾ നടത്തുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ ആണോ? ഇനി നമ്മള് ഇവരുടെ ആ ഒരു മൂവ്മെന്റ്, ഇവർക്ക് എത്രത്തോളം സെപ്പറേഷൻ നടന്നു, അവരുടെ ആ ഒരു സെപ്പറേഷന്റെ റേറ്റിന് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേം ആണ് RF വാല്യൂ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ഫാക്ടർ എന്ന് പറയും. എന്താണ് RF വാല്യൂ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ? റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ എത്രത്തോളം ഇവിടെ സെപ്പറേഷൻ നടന്നു, എത്രത്തോളം നമ്മുടെ ആ ഒരു കമ്പോണന്റ് മൊബൈൽ ഫേസിന്റെ കൂടെ താഴേക്ക് മൂവ് ചെയ്തു, അതാണ് നമുക്ക് ഈ ഒരു RF വാല്യൂ വഴി നമുക്ക് കിട്ടുന്നത്. ഈ RF വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ RF എന്ന് പറയുമ്പോൾ റിട്ടാർഡേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി സൊല്യൂട്ട് ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സോൾവെന്റ്. നമ്മുടെ മിക്സർ അതല്ലേ സൊല്യൂട്ട്, സൊല്യൂട്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ നമ്മുടെ സോൾവെന്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് വെച്ച് നമ്മൾ ഈ മൂന്നാമത്തെ ഈ ഒരു പോയിന്റ് വെച്ച് നമ്മൾ RF വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫേസ് താഴെ വരെ മൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഈ ഒരു പോയിന്റ് വരെ ഉണ്ട്. നമ്മുടെ കമ്പോണന്റ്, ആദ്യത്തെ കമ്പോണന്റ് ഇവിടം വരെയാണ് മൂവ് ചെയ്തത്. അപ്പൊ നമ്മൾ ഈ കമ്പോണന്റ് മൂവ് ചെയ്ത ആ ഒരു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ നമ്മുടെ സോൾവെന്റ് മൂവ് ചെയ്ത ഡിസ്റ്റൻസ്, അതാണെന്ത് നമ്മുടെ ഈ ഒരു സെപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ RF വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഒരു വാല്യൂ നമ്മൾ നോക്കുന്ന സമയത്ത് എത്രത്തോളം അവിടെ സെപ്പറേഷൻ നടന്നിട്ടുണ്ട് ഇല്ല എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മുടെ മൊബൈൽ ഫേസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. മൊബൈൽ ഫേസ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത്? ഇറ്റ് ആക്ട് ആസ് എ സോൾവെന്റ് സാമ്പിൾ മിക്സർ അല്ലെ. നമ്മൾ ആ ഒരു കോളത്തിനകത്തേക്ക് ഒഴിക്കുന്ന മൊബൈൽ ഫേസ് നമ്മുടെ സോൾവെന്റും നമ്മുടെ സാമ്പിളിന്റെയും കൂടെ ഒരു മിക്സ് ചെയ്തിട്ടുള്ളൊരു ആളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? കോളത്തിലൂടെ മൂവ് ചെയ്യുന്നത്. അപ്പോ മൊബൈൽ ഫേസിന്റെ കൂടെ തന്നെ നമുക്ക് ഇതെന്താ, ഇറ്റ് ആക്ട് ആസ് എ സോൾവെന്റ് സാമ്പിൾ മിക്സർ. ഒരു സോൾവെന്റ് സാമ്പിൾ മിക്സർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മൊബൈൽ ഫേസ് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് ആക്ട് ആസ് എ ഡെവലപ്പിംഗ് ഏജന്റ്. മൊബൈൽ ഫേസിനെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഡെവലപ്പിംഗ് ഏജന്റ്. എന്താ ഡെവലപ്പിംഗ് ഏജന്റ് എന്ന് പറയുന്ന കാരണം? It helps in the separation of components in the sample to form band. നമ്മുടെ സെപ്പറേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ കമ്പോണന്റിനെ ഇങ്ങനെ ഡിഫറെന്റ് കളർ ബാൻഡ്, കളർ വേണമെന്നില്ല, നമ്മുടെ കമ്പോണന്റിന്റെ ഓരോ നേച്ചർ അനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ബാൻഡുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ മൊബൈൽ ഫേസ് ഹെൽപ്പ് ചെയ്യുന്നു. സോ ദിസ് സെപ്പറേഷൻ നമ്മുടെ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ഹെൽപ്സ് ടു സെപ്പറേഷൻ ഓഫ് കമ്പോണന്റ്സ് ഇൻ ദ സാമ്പിൾ ടു ഫോം ബാൻഡ്. നമ്മുടെ സാമ്പിളിനകത്ത് എന്ത് ചെയ്യുന്നു? ആ ഒരു സെപ്പറേഷൻ ബാൻഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ മൊബൈൽ ഫേസ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇറ്റ് ആക്ട് ആസ് ആൻ ഇല്യൂട്ടിംഗ് ഏജന്റ്. മൊബൈൽ ഫേസിന്റെ അടുത്ത ഡ്യൂട്ടി എന്താ? ഇതൊരു ഇല്യൂട്ടിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കോളത്തിന്റെ താഴെ നമ്മുടെ സാമ്പിളിന്റെ കൂടെ നമ്മുടെ മൊബൈൽ ഫേസും കൂടെ വരും. അതിനെയാണ് നമ്മൾ ഇല്യൂട്ട് എന്ന് വിളിക്കുന്നത് അല്ലെ. ഇല്യൂട്ട്, ആ ഒരു പ്രോസസ്സിനെ ഇല്യൂഷൻ എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ ആ ഒരു സാമ്പിളിനെയും കൊണ്ട് ആ ഒരു സോൾവെന്റ് മൂവ് ചെയ്യുന്നു. അപ്പൊ ഇതൊരു ഇല്യൂട്ടിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. The component that are separating during the experiment are removed from the column. അപ്പൊ ഈ ഇല്യൂട്ട് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോളത്തിൽ നിന്ന് നമ്മുടെ കമ്പോണന്റിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നത്. ഇനി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മൊബൈൽ ഫേസ് ഓൺ ദെയർ പൊളാരിറ്റി. ഇപ്പൊ പൊളാരിറ്റിയുടെ വ്യത്യാസം അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരൊക്കെയാ? എത്തനോൾ, അസറ്റോൺ, വാട്ടർ, അസറ്റിക് ആസിഡ്, പിരിഡീൻ, അതുപോലെ തന്നെ നമ്മൾ ഹെക്സെയിൻ, ക്ലോറോഫോം, ഇവരൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ മൊബൈൽ ഫേസ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ ഓരോരുത്തർക്കും ഓരോ പൊളാരിറ്റി ആയിരിക്കും അല്ലെ. അതില് ഹെക്സെയിൻ എന്നൊക്കെ പറയുന്നത് നോൺ പോളാർ ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിരിക്കും. അപ്പോ ഒരു നമ്മുടെ കമ്പോണന്റ് പോളാർ ആണോ നോൺ പോളാർ ആണോ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്നാണ് അല്ലെ. ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്ന് വെച്ചാൽ പോളാർ കമ്പോണന്റ്
dissolved in polar solvents. നമ്മുടെ സെപ്പറേറ്റ് ചെയ്യുന്ന കമ്പോണന്റ് ഒരു പോളാർ ആണെങ്കിൽ അവരെന്തായിരിക്കും മോർ പോളാർ ആയിട്ടുള്ള ഒരു മൊബൈൽ ഫേസിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഡിസോൾവ് ചെയ്യുന്നത്. നമ്മുടെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആൾ നോൺ പോളാർ ആണെങ്കിൽ അവരൊരു നോൺ പോളാർ കമ്പോണന്റിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഡിസോൾവ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ നമ്മൾ കമ്പോണന്റ് നോൺ പോളാർ ആണെങ്കിൽ നമ്മൾ ഹെക്സൈൻ പോലെയുള്ള നോൺ പോളാർ സോൾവെന്റിനെ എടുക്കും, പിരിഡീനൊക്കെ പോലെ. ഇനി നമ്മുടെ കോമ്പൗണ്ട് പോളാർ ആണെങ്കിൽ നമ്മൾ പോളാർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പോണ്ടിനെ ആയിരിക്കും എടുക്കുന്നത്. ഇനി നമുക്ക് ഈ സോൾവെന്റുകളെ മിക്സ് ചെയ്ത് അവരുടെ പൊളാരിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പൊളാരിറ്റി ഇപ്പൊ നമുക്ക് അസറ്റോണും ഹെക്സൈനും അല്ലെങ്കിൽ അസറ്റോണും ഈതറും ഇപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പിനേഷനിൽ 1:2 അല്ലെങ്കിൽ 1:1 ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പിനേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ മിക്സ് ചെയ്തിട്ട് ഇവരുടെ പൊളാരിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് സ്റ്റേഷനറി ഫേസ്. സ്റ്റേഷനറി ഫേസ് എന്ന് പറയുമ്പോൾ ഇതൊരു സോളിഡ് മെറ്റീരിയൽ ആണ് വിച്ച് ഷുഡ് ഹാവ് ഗുഡ് അഡ്സോർപ്ഷൻ പ്രോപ്പർട്ടി. സ്റ്റേഷനറി ഫേസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ആൾക്ക് എന്ത് വേണം, ഒരു ഗുഡ് അഡ്സോർപ്ഷൻ പ്രോപ്പർട്ടി അത്യാവശ്യമാണ്. എന്താണ് ഗുഡ് അഡ്സോർപ്ഷൻ പ്രോപ്പർട്ടി അത്യാവശ്യമാണ്. ഇത് ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ. നമ്മുടെ ഈ ഒരു സ്റ്റേഷനറി ഫേസിൽ നമ്മൾ എടുക്കുന്ന സോളിഡിന്റെ ഷേപ്പും സൈസിനെയും കുറിച്ചിട്ടാണ് പറയുന്നത്. അവർക്കൊരു യൂണിഫോം ഷേപ്പ് ആയിരിക്കണം. എല്ലാവരും പല സൈസിലുള്ള ആൾക്കാർ ആയിരിക്കരുത്, ഒരേ ഷേപ്പ് ആയിരിക്കണം. സൈസ് റേഞ്ചിങ് ഫ്രം 60 to 200 മൈക്രോ ഇൻ ഡയമീറ്റർ. ഓക്കെ, അത്രയും മൈക്രോ ഡയമീറ്ററിലുള്ള പാർട്ടിക്കിൾ ആയിരിക്കണം എവിടെ നമ്മുടെ ഈ ഒരു സ്റ്റേഷനറി ഫേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അവരെല്ലാം യൂണിഫോം ഷേപ്പ് ആയിരിക്കണം. അവരുടെ സൈസ് റേഞ്ചിങ് ഫ്രം 60 to 200 ആയിരിക്കണം. ഇനി ഇവരുടെ സ്റ്റെബിലിറ്റിയും ഇനേർട്ട്നെസ്സും. സ്റ്റെബിലിറ്റിയും ഇനേർട്ട്നെസ് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഹൈ മെക്കാനിക്കൽ സ്റ്റെബിലിറ്റി ആയിരിക്കണം. എന്താ ഇവർക്ക് നമ്മുടെ സ്റ്റേഷനറി ഫേസുകൾക്ക് ഹൈ മെക്കാനിക് സ്റ്റെബിലിറ്റി ആയിരിക്കണം. ആൻഡ് ദേ ആർ കെമിക്കലി ഇനേർട്ട്. ഇവർക്ക് ഈ നമ്മൾ ഈ ഒഴിക്കുന്ന കോമ്പൗണ്ടുകൾ കമ്പോണൻസോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫേസോ ഇവരുമായിട്ടൊന്നും എന്ത് കാണരുത്, ഒരു റിയാക്ഷനും കാണരുത്. ഇവര് കെമിക്കലി ഇനേർട്ട് ആയിരിക്കണം, മെക്കാനിക്കലി സ്റ്റേബിൾ ആയിരിക്കണം. ഓൾസോ നോ റിയാക്ഷൻ വിത്ത് ദ ആസിഡ്സ് ഓർ ബേസസ് ഓർ എനി അതർ സോൾവെന്റ്സ് വൈൽ ഡ്യൂറിംഗ് ദ എക്സ്പെരിമെന്റ്. ഇപ്പൊ ഈ എക്സ്പെരിമെന്റ് നടക്കുന്ന സമയത്ത് ആസിഡ്സിനോടോ ബേസസിനോടോ ഒന്നും ഒരു രീതിയിലുമുള്ള റിയാക്ഷൻസ് ഇവർ എന്ത് ചെയ്ത് കാണിക്കരുത്. ഓക്കെ, ആൻഡ് ദി സ്റ്റേഷനറി ഫേസ് ഷുഡ് ബി കളർലെസ്. ഇവരെന്തായിരിക്കണം, കളർലെസ് ആയിരിക്കണം. കാരണം നമ്മുടെ സ്റ്റേഷനറി ഫേസ് കളേർഡ് ആണെങ്കിൽ അതിനകത്ത് നടക്കുന്ന സെപ്പറേഷൻ നമുക്ക് കുറച്ചും കൂടെ പാടായിരിക്കും വിസിബിൾ ആക്കാൻ, അല്ലെ? അപ്പോൾ നമ്മുടെ സ്റ്റേഷനറി ഫേസ് കളർലെസ് ആയിരിക്കണം. ഇൻഎക്സ്പെൻസീവ്, ഒത്തിരി എക്സ്പെൻസീവ് ഒന്നും ആവരുത്, ചീപ്പായിട്ട് നമുക്ക് കിട്ടണം, റെഡിലി അവൈലബിളും ആയിരിക്കും. ഇതെല്ലാം നമ്മുടെ സ്റ്റേഷനറി ഫേസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആൻഡ് ഷുഡ് അലോ ഫ്രീ ഫ്ലോ ഓഫ് മൊബൈൽ ഫേസ്. നമ്മുടെ ആ ഒരു മൊബൈൽ ഫേസിന്റെ ആ ഫ്രീ ഫ്ലോ എന്ത് ചെയ്യണം, നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇവരെ അലോ ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മുടെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദ സെപ്പറേഷൻ ഓഫ് വേരിയസ് കമ്പോണന്റ്. ഈ മൊബൈൽ സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ ആയിട്ടുള്ള കമ്പോണന്റുകളെ സെപ്പറേറ്റ് ചെയ്യാനും എന്തായിരിക്കണം, സ്യൂട്ടബിൾ ആയിരിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റേഷനറി ഫേസുകളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇതാണ് നമ്മുടെ സെപ്പറേഷന്റെ കാര്യം നമ്മൾ പറഞ്ഞത്. ഇനി ആ ഇല്യൂഷന്റെ കാര്യം പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഡിസോൾവിങ് ഔട്ട് ഓഫ് ദ കമ്പോണന്റ്. നമ്മുടെ കമ്പോണന്റുകളെ ഡിസോൾവ് ചെയ്ത് പുറത്തേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഫ്രം ദി അഡ്സോർബന്റ്. അഡ്സോർബന്റിൽ നിന്ന് നമ്മുടെ കമ്പോണൻസിനെ ഡിസോൾവിങ് ഔട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇല്യൂഷൻ. എന്താ വിളിക്കുന്നത്, ഇല്യൂഷൻ. ഇനി ആ ഒരു സോൾവെന്റ് പ്ലസ് സാമ്പിൾ കമ്മിങ് ഔട്ട് ഫ്രം ദ കോളം. കോളത്തിൽ നിന്ന് താഴേക്ക് വരുന്ന സോൾവെന്റിനെയും സാമ്പിളിനെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇല്യൂവന്റ്. എന്താണ് ഇല്യൂവന്റ്, അല്ലെ? ആ ഒരു മോളിക്കൂളിനെ ഇല്യൂട്ടഡ് മോളിക്കൂൾ എന്നും പറയാറുണ്ട്. ഇല്യൂവന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി വീക്ക്ലി അഡ്സോർബ്ഡ് കമ്പോണന്റ് എന്ന് വെച്ചാൽ സ്റ്റേഷനറി ഫേസുമായിട്ട് വീക്ക്ലി അഡ്സോർബ് ചെയ്ത കമ്പോണന്റ് ആണെങ്കിൽ അതെന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി ഇല്യൂട്ടഡ് മോർ റാപ്പിഡ്ലി ദാൻ സ്ട്രോങ്ലി അഡ്സോർബ്ഡ് കമ്പോണന്റ്. അപ്പോൾ വീക്ക്ലി അഡ്സോർബ് ചെയ്ത കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്, മോർ റാപ്പിഡ്ലി, വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, അവിടുന്ന്
പുറത്തേക്ക് ഇല്യൂട്ട് ചെയ്ത് പോകും. ഇനി ഇല്യൂട്ട് ചെയ്ത് വരുന്ന കോമ്പൗണ്ടിനെ നമ്മൾ എങ്ങനെയാ, ഒന്നെങ്കിൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ ഇവാപറേഷൻ പോലെയുള്ള ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവരെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കോളം ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഒരു സെപ്പറേഷന്റെ കേസിൽ, കോളം ക്രൊമാറ്റോഗ്രഫിയുടെ കേസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ. ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് പ്യൂരിഫിക്കേഷൻ ഓഫ് സബ്സ്റ്റൻസുകളുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. രണ്ടാമത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ടെക്നിക്കൽ പ്രോഡക്ട്സ്, നമ്മുടെ ടെക്നിക്കൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകളുടെ ഐഡന്റിഫിക്കേഷൻ, അതിനകത്ത് ഏതൊക്കെ കമ്പോണൻസ് ഉണ്ട് എന്നുള്ളൊക്കെയുള്ള ഐഡന്റിഫിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. ദെൻ ക്വാളിറ്റേറ്റീവ് സെപ്പറേഷൻ ഓഫ് കമ്പോണൻസ് ഓഫ് എ മിക്സർ, ഒരു മിക്സറിന്റെ ക്വാളിറ്റേറ്റീവ് സെപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. Then column chromatography is used to isolate the active ingredient, നമ്മുടെ കോമ്പൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മിക്സറിൽ നിന്ന് ആക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റുകളെ ഐസൊലേറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. Then separating compound mixer, very helpful in separating compound mixer. കോമ്പൗണ്ട് ആയിട്ടുള്ള മിക്സറുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ദെൻ എസ്റ്റിമേഷൻ ഓഫ് ഡ്രഗ് ഫോർമുലേഷൻ, ഇപ്പൊ ഫാർമസ്യൂട്ടിക്കൽസിൽ ഡ്രഗുകളുടെ ഫോർമുലേഷന്റെ സമയത്ത് അതിനെ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി അതിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ എന്താ, അതിന്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള വെയിറ്റിനെ മെഷർ ചെയ്യാൻ അല്ലെ. അപ്പൊ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോളം ക്രൊമാറ്റോഗ്രഫി ടെക്നിക്കിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. Then it is used to remove the impurities. നമുക്ക് നമ്മുടെ സാമ്പിളിൽ ഇംപ്യൂരിറ്റീസ് ഒക്കെ പ്രസന്റ് ആണെങ്കിൽ അവരെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇതിനെ യൂസ് ചെയ്യുന്നു. Then it is used to isolate the metabolism from biological fluid. ബയോളജിക്കൽ ഫ്ലൂയിഡിൽ നിന്നുള്ള മെറ്റബോളിസം അല്ലെ, മെറ്റബോളിസം ആ ബയോളജിക്കൽ ഫ്ലൂയിഡിൽ നിന്ന് അവരെ ഐസൊലേറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിന്റെ ടൈപ്സ്, നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോളംസ് യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോളമാണ് അഡ്സോർപ്ഷൻ കോളം എന്ന് പറയുന്നത്. അപ്പൊ അഡ്സോർപ്ഷൻ കോളം എന്ന് പറയുമ്പോൾ അവിടെ അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടുത്തെ സെപ്പറേഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി ഇത് കമ്പോണന്റ് എന്ത് ചെയ്യുന്നു, മിക്സർ നമ്മുടെ സോളിഡ് സർഫസിലേക്ക് എന്ത് ചെയ്യുന്നു, അഡ്സോർബ് ചെയ്യും. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് കോളം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കോളം എന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ കോളം ക്രൊമാറ്റോഗ്രഫിയാണ്. അപ്പൊ പാർട്ടീഷൻ കോളം ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും, അവിടുത്തെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡ് ആയിരിക്കും. ലിക്വിഡ് ഓൺ എ സോളിഡ് സപ്പോർട്ട്, ലിക്വിഡ് ഓൺ എ സോളിഡ് സപ്പോർട്ട്. ഓക്കെ, സോളിഡ് സപ്പോർട്ട്, അതാണ് നമ്മുടെ പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ദ സ്റ്റേഷനറി ഫേസ് ആസ് വെൽ ആസ് ദ മൊബൈൽ ഫേസ് ആർ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കോളത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാർട്ടീഷൻ കോളം എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ സെപ്പറേഷൻ പാർട്ടിക്കിളിന്റെ മോളിക്കുലാർ സൈസ് അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ജെൽസിനെ ഒരു കോളത്തിനകത്ത് എന്ത് ചെയ്യാറുണ്ട്, പാക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ജെൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ആ ഒരു സെപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ ആണെങ്കിൽ നമ്മൾ അവരെ എന്ത് വിളിക്കും, ജെൽ കോളം ക്രൊമാറ്റോഗ്രഫി. സ്റ്റേഷനറി ഫേസ് ഇസ് എ സോൾവെന്റ് ഹെൽഡ് ഗ്യാപ്പ് ഓഫ് എ സോൾവെന്റ്. അപ്പോൾ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ഈ ഒരു ജെല്ലിന്റെ ഇടയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ ആ ഒരു സ്റ്റേഷനറി ഫേസിനെ നമ്മൾ പാക്ക് ചെയ്യുന്നത്. ഇനി അയൺ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളൊരു സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്ന ഒരു അയൺ എക്സ്ചേഞ്ച് റെസിൻ ആയിരിക്കും. അയൺ എക്സ്ചേഞ്ച് റെസിൻ എന്ന് പറയുമ്പോൾ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലസ്സോ അല്ലെങ്കിൽ മൈനസോ ഒക്കെ ഉള്ള ഒരു അയോണിനെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആ ഒരു മൊബൈൽ ഫേസ് അല്ലെങ്കിൽ സൊല്യൂട്ടിനകത്തുള്ള ഒരു അയോണുമായിട്ട് ഇവിടെ എന്ത് ചെയ്യും, അയോണുകളെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യും. ആ ഒരു എക്സ്ചേഞ്ചിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവരെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു അയൺ എക്സ്ചേഞ്ച് റെസിനാണ് നമ്മുടെ ആ ഒരു കോളത്തിൽ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, അയൺ എക്സ്ചേഞ്ച് കോളം ക്രൊമാറ്റോഗ്രഫി എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം, അയൺ എക്സ്ചേഞ്ച് കോളം ക്രൊമാറ്റോഗ്രഫി. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ കോളം ക്രൊമാറ്റോഗ്രഫിയെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്ലിയർ ആണോ? കോളം ക്രൊമാറ്റോഗ്രഫി ക്ലിയർ? കോളം ക്രൊമാറ്റോഗ്രഫി. ഇനി അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം.
ആൻസർ പറയണേ. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് കോളം ക്രൊമാറ്റോഗ്രഫി? എന്താണ് കോളം ക്രൊമാറ്റോഗ്രഫിയുടെ പ്രൈമറി പർപ്പസ്? എന്താ? എന്തുവരും? ടു സെപ്പറേറ്റ് ദ മിക്സ്ചർ ഓഫ് ദ കമ്പോണന്റ് ബേസ്ഡ് ഓൺ ദർ സോലബിലിറ്റി, to separate component based on their different affinity for the stationary phase, to measure the boiling point of the components, to identify the structure of unknown components. ഏത് വരും? ഏത് വരും? ബി വരും അല്ലെ. ടു സെപ്പറേറ്റ് ദ കോമ്പൗണ്ട് ബേസ്ഡ് ഓൺ ദ ഡിഫറെന്റ് അഫിനിറ്റി ഫോർ ദ സ്റ്റേഷനറി ഫേസ്. അപ്പൊ സ്റ്റേഷനറി ഫേസിനോടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള അഫിനിറ്റിയുടെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോളം ക്രൊമാറ്റോഗ്രഫി നമ്മൾ പറയുന്നത്. ഇനി ഇൻ കോളം ക്രൊമാറ്റോഗ്രഫി വിച്ച് ഫേസ് ഈസ് ടിപ്പിക്കലി സ്റ്റേഷനറി? ഏത് ഫേസ് ആയിരിക്കും സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്? കോളം ക്രൊമാറ്റോഗ്രഫി ആണെങ്കിൽ അവിടുത്തെ സോളിഡ് ഫേസ് ആയിരിക്കും സ്റ്റേഷനറി ആയിട്ട് വരുന്നത് അല്ലെ. കോളം ക്രൊമാറ്റോഗ്രഫി ആണെങ്കിൽ അവിടുത്തെ സോളിഡ് ഫേസ് ആയിരിക്കും സ്റ്റേഷനറി ഫേസ് ആയിട്ട് വരുന്നത്. Then which of the following factor affect the separation of compounds in column chromatography? കോളം ക്രൊമാറ്റോഗ്രഫിക് സെപ്പറേഷനകത്ത് അവിടെ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ? The flow rate of mobile phase, the flow rate of mobile phase, the size of stationary phase, solubility of components in the mobile phase, all of the above. ഏതാ? ഫ്ലോ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും, സോളിബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യും. സോ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അഫക്ട് ചെയ്യുന്നത്? ഓൾ ഓഫ് ദി എബോവ് ആണ്. ഓക്കെ. അടുത്തത് വാട്ട് ഈസ് ദ റോൾ ഓഫ് മൊബൈൽ ഫേസ് കോളം ക്രൊമാറ്റോഗ്രഫി? കോളം ക്രൊമാറ്റോഗ്രഫിയിൽ മൊബൈൽ ഫേസിന്റെ റോൾ എന്താണ്? ടു പ്രൊവൈഡ് എ സർഫസ് ഫോർ compounds to adhere to the adhere, then to elute or carry the component through the column, to increase the interaction between the compound and the stationary phase, to measure the rate of flow through the column. ഏത് ആൻസർ വരുന്നത്? ടു ഇല്യൂട്ട് അല്ലെ. മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ടു ഇല്യൂട്ട് ഓർ ക്യാരി ദ കമ്പോണന്റ് ത്രൂ ദ കോളം. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്റ്റേഷനറി ഫേസ് ഇൻ കോളം ക്രൊമാറ്റോഗ്രഫി? കോളം ക്രൊമാറ്റോഗ്രഫിയിൽ സ്റ്റേഷനറി ഫേസ് ആയിട്ട് ആരെയൊക്കെ ഉപയോഗിക്കാം? സിലിക്ക ജെല്ലിനെ ഉപയോഗിക്കാം, അലൂമിനിയം ഉപയോഗിക്കാം, സെല്ലുലോസിനെയും ഉപയോഗിക്കാം. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ റോൾ ഓഫ് മൊബൈൽ ഫേസ് ഇൻ കോളം ക്രൊമാറ്റോഗ്രഫി? കോളം ക്രൊമാറ്റോഗ്രഫിയിൽ മൊബൈൽ ഫേസിന്റെ റോൾ ആണ് ചോദിച്ചത്. ദ പ്രോസസ് ഓഫ് absorbing components into the stationary phase അല്ല. The flow of mobile phase through the column അല്ല. Movement of component out of the column with the mobile phase. Yes, mobile phase എന്ന് പറയുമ്പോൾ കമ്പോണന്റിനെ കോളത്തിന് വെളിയിലേക്ക് കൊണ്ടുവരിക അല്ലെ. അപ്പോൾ കമ്പോണന്റിനെ സെപ്പറേറ്റ് ചെയ്യുക. സോ ഓപ്ഷൻ സി ആണ് എന്ത് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഡസ് ദ ടേം RF refer in column chromatography? കോളം ക്രൊമാറ്റോഗ്രഫിയിൽ RF എന്നുള്ള ടേം ഏതാ? RF എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സോൾവെന്റ് ആണോ? അല്ല. മുകളിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സൊല്യൂട്ട് ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സോൾവെന്റ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സൊല്യൂട്ട് ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സോൾവെന്റ്. ഓക്കെ. ദെൻ നമ്മുടെ ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ കോളത്തിനകത്ത് കളർലെസ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഇവരെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഇവരെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസുകളെയാണ് നമ്മൾ ഡിറ്റക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിറ്റക്ടർ ആണ് UV വിസിബിൾ സ്പെക്ട്രോമീറ്റർ. ദാറ്റ് ഈസ് നമ്മുടെ ഈ ഒരു സാമ്പിളിനെ നമ്മൾ നേരെ ഒരു UV ലൈറ്റിന്റെ അടിയിലേക്ക് കൊണ്ടുവെക്കും. അപ്പൊ UV ലൈറ്റിന്റെ അടിയിലേക്ക് കൊണ്ടുവെക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും? UV ലൈറ്റ്സിനെ അവരെന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഒരു UV ലൈറ്റിനെ നമ്മുടെ പാർട്ടിക്കിൾ അബ്സോർബ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഓരോരോ സ്പോട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി ഒക്കെ ആണെങ്കിൽ നമ്മൾ ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടർ യൂസ് ചെയ്യാറുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിറ്റക്ടർ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയുടെ കേസിൽ ബാക്കിയുള്ളതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പരിചയപ്പെടും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എല്ലാവരും തന്നെ ഡിറ്റക്ടേഴ്സ് ആണ്. സോ ഓൾ ഓഫ് ദ എബോവ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അഡ്സോർപ്ഷൻ ടെൻഡൻസി അനുസരിച്ച് നമ്മൾ ഇവരെ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. നമ്മളിവിടെ കുറെ സ്റ്റേഷനറി ഫേസുകൾ കൊടുത്തിട്ടുണ്ട്. ഓർഡർ ഓഫ് ദിയർ ഇൻക്രീസിങ് അഡ്സോർപ്ഷൻ ടെൻഡൻസി, അഡ്സോർപ്ഷൻ ടെൻഡൻസി ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് ഇവരെ എഴുതുക. അപ്പൊ ഏതാ ആൻസർ വരുന്നത്? നമ്മൾ അലൂമിനം ഉണ്ട്, കാൽഷ്യം കാർബണേറ്റ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ അഡ്സോർപ്ഷൻ ടെൻഡൻസി ഉള്ളത് സെല്ലുലോസിനാണ്. ആർക്കാണ്? സെല്ലുലോസിനാണ്. ദെൻ സ്റ്റാർച്ച്, കാൽഷ്യം കാർബണേറ്റ്, അലൂമിനം. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇലൂഷൻ പവർ ഓഫ് സോൾവെന്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ. ഒരു സോൾവെന്റിന്റെ ഇലൂഷൻ പവർ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഉറപ്പായിട്ടും ഓവറോൾ പൊളാരിറ്റി മാറുന്നതനുസരിച്ച് അവിടുത്തെ ഇലൂഷനും റേറ്റും മാറും. ദെൻ പൊളാരിറ്റി ഓഫ് ദ സ്റ്റേഷനറി ഫേസ്, സ്റ്റേഷനറി ഫേസിന്റെ പൊളാരിറ്റി. ദെൻ നേച്ചർ ഓഫ് ദ സാമ്പിൾ കമ്പോണൻസ്, സാമ്പിൾ കമ്പോണൻസിന്റെ നേച്ചർ. സോ ഇതെല്ലാം എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ ഇലൂഷൻ പവറിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കോളം ക്രൊമാറ്റോഗ്രഫി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. Okay, thank you.